അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പം കുറേ ഓട്ടോസും പിന്നെ ബൈക്ക്സ് റെൻ്റൽ തരുന്ന 1-2 പേരും ഞാനവിടെ കണ്ടായിരുന്നു. അവിടെ എല്ലാവരും റേറ്റ് കൂടുതലായിട്ടും 800-ഉം 1000-ഉം ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കുറേ യൂട്യൂബ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ടപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷനിൽ സൈഡിൽ തന്നെ കുറേ റെൻ്റൽ ബൈക്ക്സ് ഉള്ളതായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അപ്പം അത് നോക്കി പോയതായിരുന്നു പ്രവീൺ. പക്ഷേ യൂട്യൂബിൽ കണ്ടതൊന്നുമല്ല നമ്മളിപ്പം യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നെന്നുള്ള കാര്യം നമ്മളൊരു ട്രിപ്പിന് വരുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ചുറ്റി തിരിഞ്ഞ് ബ്രിബിൻ എല്ലാവരുടെ സ്ഥലം പോയി നോക്കിയിട്ട് വന്നു. പക്ഷെ അവിടെ ഒന്നും ഇല്ലായിരുന്നു. 100 മീറ്റർ ചെന്നപ്പോഴത്തേക്ക് കുറേ ബൈക്സും കാറും കൊണ്ട് കുറേ പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നതെല്ലാം 1000 to 1500 കാറിനും ബൈക്കിന് ഒരു 700 മുതൽ ഒരു 1000 വരെയാണ് അവർ ചോദിക്കുന്നത്. പലരും പല റേറ്റുമാണ് പറയുന്നത്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞ് ഉറപ്പിച്ചപ്പം 800 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവന്നത് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ സംസാരിച്ച് വന്നപ്പം പുള്ളിക്കാരൻ 700 രൂപയ്ക്ക് ഓക്കേ എന്ന് പറഞ്ഞു. അത്യാവശ്യം ഹിന്ദി സംസാരിക്കാനും ബാർഗെയിനിങ് സ്കിൽസും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീസൺ ടൈമിലായാലും 600 രൂപയ്ക്ക് ബൈക്ക്സ് അവൈലബിൾ ആണ്. ആധാർ കാർഡായിരുന്നു നമ്മുടെ ഡോക്യുമെൻ്റായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്തത്. അതേപോലെ അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഡീലർ തന്നെയാണ് സ്വപ്നൽ. വെൽ മെയിൻറ്റൈൻ ബൈക്കും കുറച്ച് അത്യാവശ്യം പെട്രോളും അതിനകത്തുണ്ടായിരുന്നു. എന്നാലും ഗോവയിൽ പെട്രോൾ പമ്പ്സ് കുറവാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്രോൾ ഫില്ല് ചെയ്തിട്ട് യാത്ര തുടർന്നു. നമുക്കിവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ടായിരുന്നു കലങ്കോട്ടിലോട്ടോ. നമ്മൾ കലങ്കോട്ടിലായിരുന്നു സ്റ്റേ എടുത്തിരുന്നത്. അപ്പം നമ്മൾ യാത്ര മുമ്പോട്ട് പോവുകയാണ്. പോയപ്പം എനിക്കിത് ഗോവ തന്നെയാണോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത്യാവശ്യം തമിഴ്നാട് ചെന്ന ഒരു ഫീലൊക്കെ ആയിരുന്നു 2 സൈഡിലൊക്കെ. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കലങ്കോട്ടിലോട്ട് നമ്മൾ യാത്ര തുടർന്നു.